മനം നിറച്ച് ഗൾഫ് മാധ്യമം സോക്കർ കാർണിവലിന് കൊടിയിറങ്ങി. നിസ്വ വാഹനാപകടം മലയാളി നഴ്സുമാരുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിച്ചു. ഒമാൻ ഇന്ത്യൻ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് ക്ഷാമം, അംബാസഡറുമായി ചർച്ച നടത്തി രക്ഷിതാക്കൾ. നമസ്കാരം, പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. മനം നിറച്ച് സോക്കർ കാർണിവൽ 2 ദിവസങ്ങളിലായി മസ്കത്ത് ബൗഷർ ക്ലബ് സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിലേക്ക് ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് ആളുകൾ. മസ്കത്തിലെ കായിക കലാപ്രേമികൾക്ക് ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാൻ ഒരു പിടി സുന്ദര മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഗൾഫ് മാധ്യമം സോക്കർ കാർണിവലിന്റെ പ്രഥമ പതിപ്പിന് തിരശീല വീണു. 2 ദിവസങ്ങളിലായി മസ്കത്ത് ബൗഷർ ക്ലബ് സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത്. കളം നിറഞ്ഞാടിയ 16 ടീമുകൾ കാൽപന്ത് കളിയുടെ ആവേശത്തിരമാലകൾ തീർത്തപ്പോൾ ഫുഡ് സ്റ്റോളുകളും കലാപ്രകടനങ്ങളും കുടുംബങ്ങളെയും കുട്ടികളെയും ആഘോഷത്തിന്റെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്തു. ഐ ലീഗിലും സന്തോഷ് ട്രോഫിയിലും അടക്കം ബൂട്ടണിഞ്ഞ ഒരു പിടി മിന്നും താരങ്ങളായിരുന്നു ഗൾഫ് മാധ്യമം സോക്കർ കാർണിവലിന്റെ കിരീടത്തിനായുള്ള പോരാട്ടത്തിൽ പ്രഥമ ക്ലബ്ബുകൾക്കായി ഇറങ്ങിയിരുന്നത്. സമാപന ദിവസമായ വെള്ളിയാഴ്ച പരിപാടി ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ തന്നെ ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. കേരളത്തിന്റെ തനത് രുചി വൈവിധ്യങ്ങളുമായി 20-ലധികം ഫുഡ് സ്റ്റോളുകളായിരുന്നു ഒരുക്കിയിരുന്നത്. മലബാർ വിഭവങ്ങൾക്കൊപ്പം കണ്ണൂരിന്റെ ഇനങ്ങൾക്കായി പ്രത്യേക ഇടങ്ങളും ഉണ്ടായിരുന്നു. വിവിധങ്ങളായ വിനോദ പരിപാടികളും മത്സരങ്ങളും പുത്തൻ കാഴ്ചകളാണ് കാണികൾക്ക് നൽകിയത്. കുട്ടികൾക്കും കുടുംബത്തിനും ഒരുക്കിയ മത്സരത്തിൽ വിജയികളായവർ കൈ നിറയെ സമ്മാനങ്ങളുമായാണ് വീട്ടിലേക്ക് മടങ്ങിയത്. മുഖ്യാതിഥിയായി പങ്കെടുത്ത മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടത്തൊടികയെ കരഘോഷത്തോടെയാണ് കാണികൾ വേദിയിലേക്ക് വരവേറ്റത്. കുട്ടികളെയും കുടുംബത്തെയും വിസ്മയിപ്പിക്കുന്ന മാജിക്കും നുറുങ്ങ മത്സരങ്ങളുമായി കാർണിവൽ നഗരിയെ ഇളക്കി മറിക്കുന്നതായിരുന്നു രാജ് കലേഷിന്റെ പ്രകടനം. നാട്ടിൽ നിന്നെത്തിയ റാഷിദ് കോട്ടക്കലിന്റെ അനൗൺസ്മെന്റ് ഫുട്ബോൾ പ്രേമികൾക്ക് പുത്തൻ അനുഭവം സമ്മാനിക്കുകയും ചെയ്തു. ലുലു എക്സ്ചേഞ്ച്, അൽഹാജിസ് പെർഫ്യൂംസ്, ബദറൽ സമ ഹോസ്പിറ്റൽസ്, നദ ഹാപ്പിനെസ്, യുണൈറ്റഡ് കാർഗോ ആൻഡ് ലോജിസ്റ്റിക്സ്, ഫുഡ്ലാൻഡ്സ് റെസ്റ്റോറന്റ്, റുബുഹ അൽഹം, RFC, ജി പാസ്, അൽ ഉഫൂഖ്, പ്രോസോൺ സ്പോർട്സ് അക്കാദമി, ഫ്രണ്ടി മൊബൈൽ, ഇന്റലിജന്റ് ഇവന്റ് എന്നിവരായിരുന്നു പരിപാടിയുടെ സ്പോൺസർമാർ. അനസ് എടത്തൊടിക, രാജ് കലേഷ് എന്നിവർ ഗൾഫ് മാധ്യമത്തിന്റെ ഉപഹാരങ്ങൾ സ്പോൺസർമാർക്ക് സമ്മാനിച്ചു. ടീം അംഗങ്ങളുടെയും പ്രോസോൺ ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികളുടെയും നേതൃത്വത്തിൽ മാർച്ച് പാസ്റ്റും നടന്നു. നേഹ അഷ്റഫ് പരിപാടിയുടെ അവതാരകയായി. നിസ്വ വാഹനാപകടം മലയാളി നഴ്സുമാരുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിച്ചു. വ്യാഴാഴ്ച നിസ്വ ഹോസ്പിറ്റലിന് മുൻവശത്ത് വെച്ച് നടന്ന വാഹനാപകടത്തിൽ മരിച്ച 2 മലയാളി നഴ്സുമാരുടെ ഭൗതിക ശരീരം നാട്ടിലെത്തിച്ചു. തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി മജീദ രതീഷ്, കൊല്ലം കൊട്ടിയം സ്വദേശി ഷർജ ഇല്യാസ് എന്നിവരാണ് വാഹനാപകടത്തിൽ മരിച്ച മലയാളികൾ. ഈജിപ്ത് സ്വദേശി അമാനി അബ്ദുൽ ലത്തീഫും അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. അവധി ദിവസമായിട്ടും സമയബന്ധിതമായി ഇടപെട്ട് വളരെ വേഗത്തിൽ തന്നെ ഭൗതിക ശരീരം നാട്ടിലേക്ക് എത്തിക്കുവാൻ മുൻകൈയെടുത്തത് നിസ്വ ഇന്ത്യൻ അസോസിയേഷൻ, നിസ്വ KMCC പ്രവർത്തകർ, നിസ്വ ആശുപത്രിയിലെ ജീവനക്കാർ, റോയൽ ഒമാൻ പോലീസ്, നാട്ടിലേക്ക് കൂടെ പോകുന്നവർക്ക് ടിക്കറ്റ് നൽകിയ KMCC, കൈരളി, നഴ്സസ് അസോസിയേഷൻ എന്നിവർക്ക് നന്ദി അറിയിക്കുന്നതായി നിസ്വ ഇന്ത്യൻ അസോസിയേഷൻ അറിയിച്ചു. ഒമാൻ ഇന്ത്യൻ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് ക്ഷാമം, അംബാസഡറുമായി ചർച്ച നടത്തി രക്ഷിതാക്കൾ. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ അക്കാദമിക വർഷം ആരംഭിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ടെക്സ്റ്റ് ബുക്കുകൾ ലഭ്യമല്ലാത്ത വിഷയം ചൂണ്ടിക്കാട്ടി രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസഡർക്ക് നിവേദനം നൽകി. അംബാസഡറുമായി ചർച്ച നടത്തിയ ശേഷം സംഘം വിദ്യാർത്ഥികൾ നേരിടുന്ന അത്യന്തം ഗൗരവതരമായ വിഷയത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിലെ എംബസിയുടെ പ്രതിനിധിയും ചർച്ചയിൽ പങ്കെടുത്തു. വിഷയം അതീവ ഗുരുതരമാണെന്നും അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുമെന്നും അംബാസഡർ രക്ഷിതാക്കൾക്ക് ഉറപ്പു നൽകി. ചർച്ചയിൽ പങ്കെടുത്ത ഡയറക്ടർ ബോർഡ് അംഗത്തിന് ഇത് സംബന്ധിച്ച നിർദ്ദേശവും അദ്ദേഹം നൽകി. അതോടൊപ്പം മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ ഫീസ് അടയ്ക്കുന്നതിൽ വീഴ്ച വന്നതിന്റെ പേരിൽ ചില വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയ സംഭവം മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രസ്തുത വിഷയവും രക്ഷിതാക്കൾ അംബാസഡറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഒമാനെയും UAEയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽ പദ്ധതി വൈകാതെ നിർമ്മാണ ഘട്ടത്തിലേക്ക് പ്രവേശിക്കും.
ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചരക്കുകളുടെയും യാത്രക്കാരുടെയും സുഗമമായ ഒഴുക്കിന് വഴി തുറക്കുന്ന പാത ഇനി ഹഫീദ് റെയിൽ എന്നാണ് അറിയപ്പെടുക. ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ UAE സന്ദർശനത്തോടനുബന്ധിച്ചാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. റെയിൽവേ കടന്നുപോകുന്ന മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ജബൽ ഹഫീദിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് പേര് നൽകപ്പെട്ടിരിക്കുന്നത്. UAE ഒമാൻ ഉന്നതതല യോഗത്തിൽ റെയിൽ പദ്ധതിക്ക് വേണ്ടി ഇത്തിഹാദ് റെയിൽ, മുബദാല, ഒമാനി അസിയാദ് ഗ്രൂപ്പ് കമ്പനി എന്നിവയുടെ ഓഹരി പങ്കാളിത്തം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു ടീമായി പ്രവർത്തിക്കാൻ കമ്പനികൾ ധാരണയിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട്. റെയിൽവേ പദ്ധതി വിവിധ സാമ്പത്തിക, വ്യാവസായിക മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് ഉത്തേജകമായി വർത്തിക്കുമെന്നും സാമ്പത്തിക, സാമൂഹിക രംഗങ്ങളിൽ നിരവധി നേട്ടങ്ങൾ കൊണ്ടുവരുമെന്നും ഹഫീദ് റെയിൽ CEO അഹമ്മദ് അൽ മുസാവ അൽ ഹാഷിമി പറഞ്ഞു. പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ വടക്കൻ ഗവർണറേറ്റുകളിൽ മെയ് 2 മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇത് ക്രമേണ അൽവുസ്ത, ദോഫാർ ഗവർണറേറ്റുകളിലേക്ക് വ്യാപിക്കും. കാലാവസ്ഥാ സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. 2 ആഴ്ച മുൻപുണ്ടായ ന്യൂനമർദ്ദം മൂലം രാജ്യത്ത് 21 പേർ മരിക്കുകയും നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. Gulf Updates Oman, brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.